ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നല്ല ഇരുട്ടത്താണ്. നല്ല ഇരുട്ടെന്ന് വെച്ചാൽ നമ്മൾ ഒരു വ്ളോഗുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 9:45 10 മണിയായിട്ടുണ്ട്. അച്ചാച്ചനും ഞാനും സാറക്കുട്ടിയും കൂടെ നമ്മുടെ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തിനാണെന്നോ എൻ്റെ ബ്രദർ നാട്ടിൽ നിന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും പിന്നെ നമ്മൾ ഏകദേശം ഒരു 1.5 വർഷത്തോളമായി നേരിട്ട് കണ്ടിട്ട് സാറാക്കുട്ടിയുടെ ഒരു റിയാക്ഷൻ എന്തായിരിക്കും, അവൻ്റെ അടുത്ത് പോകുമോ അതോ നാണമായിരിക്കുമോ എന്നൊക്കെയുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് കേട്ടോ മെയിനായിട്ട്. പിന്നെന്താ, അപ്പം നമുക്ക് കാണാം എന്തായാലും. അപ്പം ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് 7:25 ഫ്ലൈറ്റ്. ഇവിടുത്തെ ടൈം, അതായത് നമ്മുടെ UAE ടൈമിൽ 10:05 ലാൻഡിങ്ങിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ രാത്രി ആയതുകൊണ്ടും പിന്നെ വീടിൻ്റെ അടുത്തൊന്നും ഒരുപാടില്ല എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചെല്ലാൻ പറ്റും. പിന്നെ എന്തായാലും ലഗേജൊക്കെ കിട്ടി ഇറങ്ങുമ്പോഴത്തേനും കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പം നല്ല സന്തോഷത്തിലാണ് കേട്ടോ. പിന്നെന്താണ്, അപ്പോൾ അതാ നമ്മൾ രാത്രിയിലത്തെ നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളും നല്ല ഒരു വൈബ് പിടിച്ച് പോകണം. അത്യാവശ്യം നല്ല തണുപ്പും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല തണുപ്പും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ അത് നമ്മൾ എയർപോർട്ടിൻ്റെ ഏകദേശം ഉള്ളിലോട്ട് കയറുക കേട്ടോ. നമ്മൾ എൻട്രൻസിൻ്റെ അവിടെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവൻ ജസ്റ്റ് നമ്മൾ അങ്ങോട്ട് കയറുന്നതിന് തൊട്ട് മുമ്പ് മെസ്സേജും അയച്ചിട്ടുണ്ട് ലാൻഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ടിൻ്റെ അവിടെ ഇറങ്ങി കേട്ടോ. അപ്പോൾ വണ്ടി അവിടെ ഒരു സൈഡിൽ പാർക്ക് ചെയ്തു. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുക കേട്ടോ ഏത് സൈഡിലാണ് പാർക്ക് ചെയ്തല്ലേ. തിരിച്ച് വരുമ്പോഴത്തേന് ചിലപ്പോൾ നമുക്ക് തെറ്റിപ്പോയി പിന്നെ മൊത്തത്തിൽ കറങ്ങേണ്ടി വരും. അപ്പോൾ അവിടെ ഒരു ഇത് നമ്പർ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ഇതാ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് മേലോട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അങ്ങനെയാണ്. ഇനിയിപ്പോൾ എന്താ പറയുക, എത്തിയെന്ന് പറഞ്ഞ് മെസ്സേജ് വിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാം കേട്ടോ. അത്യാവശ്യം ലേറ്റ് ആകുന്നുണ്ട് ലഗേജ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങോട്ട് പോകും. ഫൈനലി നമ്മൾ റൂമിലെത്തി. അപ്പം പെട്ടി നമ്മൾ ആദ്യം തന്നെ തുറക്കാണ്. അവനെ കണ്ട സന്തോഷം നമ്മൾ അവിടെ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. സാറക്കുട്ടി ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്കുവിൻ്റെ കൂടെ അങ്ങ് ചാട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഈ വന്ന കാലേ തന്നെ നമ്മൾ ഈ പെട്ടി പൊട്ടിക്കുന്നത് അറിയാമല്ലോ, നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തായാലും ബീഫ് കാണും. അപ്പോൾ അത് ഈ പെട്ടിക്കകത്താന്ന് പറഞ്ഞു. അപ്പം ഞാനത് എടുത്ത് ഫീസറിനകത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പെട്ടി ഓപ്പൺ ചെയ്യുവാട്ടോ. അപ്പോൾ 2 പെട്ടിക്കകത്താണ് പിന്നെ ഒരു ബാഗ് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു പെട്ടിക്കകത്താണ്. പിന്നെ ബീഫ് മാത്രമല്ല, നമ്മൾ മെയിൻ ഐറ്റം കേട്ടോ. നമുക്ക് ഈ പെട്ടി അവിടെ എടുത്ത് വെക്കുമ്പോഴേ മണമെന്ന് പറഞ്ഞുകൊണ്ടല്ലോ അമ്മാതിരി മണമായിരുന്നു. ചക്കയാണ് കേട്ടോ. ഞാൻ മണപ്പിച്ചൊക്കെ നോക്കുന്നുണ്ട്. ചക്കയാണ്. ഒരു ഫുൾ ചക്ക ഉണ്ടെന്ന് പറഞ്ഞു, പഴുത്ത ചക്ക. പിന്നെ നമുക്ക് വേവിക്കാനൊക്കെ ഉള്ള ചക്ക സെറ്റാക്കി വെച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് ഫ്രിഡ്ജിലും ഫ്രീസറിലൊക്കെ ആയിട്ട് വെക്കണം. അപ്പം ഞാൻ കയ്യോടുകൂടി തന്നെ വന്നിട്ട് എടുക്കാട്ടോ. ഫുഡ് ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനുവേണ്ടി നമുക്ക് മെനക്കെടണ്ട. അപ്പം ഞാൻ വിചാരിച്ചു ഇത് ആദ്യം കയ്യോടെ തന്നെ ചെയ്യാം. എന്തായാലും ഫുഡ് ഓർഡർ ചെയ്തിട്ട് പിന്നെ അവരൊക്കെ ഫ്രഷ് ആകാനും ഒക്കെ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ സാറ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. സാറക്കുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടോ, എന്താ അംഗമൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ വേഗം ഇനി ആ പെട്ടി പൊട്ടിക്കൽ ചടങ്ങൂടെ അങ്ങ് കംപ്ലീറ്റ് ചെയ്യാം. ഫൈനലി നമ്മുടെ നാട്ടിൽ നിന്ന് വരിക്കച്ചക്ക ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് എന്തായാലും ഇന്നെടുക്കുന്നില്ല, ഞാൻ മാറ്റി വെക്കട്ടെ. ഭയങ്കര മണം കേട്ടോ. ഇനിയിപ്പം മാറ്റി വെക്കണം. അപ്പോൾ പച്ചച്ചക്കയും കുറച്ച് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഫ്രിഡ്ജിലോട്ട് വെക്കാം. അതിപ്പോൾ കൈയോടെ തന്നെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചീത്തയായി പോലെ. അതുപോലെ ബീഫും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഫിഷൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ അപ്പം തന്നെ മാറ്റി ഫ്രിഡ്ജിലോട്ടും ഫ്രീസറിലോട്ടും ഒക്കെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്നും പൊട്ടിച്ച് ഞാനങ്ങനെ കാണിക്കുന്നില്ല. എന്തായാലും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും എടുക്കേണ്ടി വരും. അപ്പോൾ ഇപ്പോൾ ഇതിനി ഒന്നും ഓപ്പൺ ചെയ്യുന്നില്ല. നമുക്കറിയാം ഏതൊക്കെ എന്തൊക്കെ
ഈ ഒരു പെട്ടിക്കകത്ത് എന്താ പറയുക, ഡ്രസ്സും കാര്യങ്ങളും പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കൂടുതലും സാറയ്ക്ക് എന്തെങ്കിലും ഇതിങ്ങനത്തെ കുടകൾ, കുറച്ച് ബാഗ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ അത് അവൾക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്ന് വിചാരിച്ചപ്പോൾ പിന്നെ അവൻ പറഞ്ഞു എന്നാൽ ഇപ്പം തന്നെ അതും കൂടെ അങ്ങ് പൊട്ടിക്കുക, അവൾക്ക് അതങ്ങ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അച്ചാറാണത്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ സാറയ്ക്ക് കുറച്ച് ആക്സസറീസൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവൾക്ക് കൊടുക്കാമെന്നങ്ങ് വിചാരിച്ചു. അപ്പോൾ പിന്നെ അങ്ങനെ ആ ഒരു പെട്ടിയും അവിടെ നമ്മൾ പൊട്ടിച്ചിട്ടോ. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങളും കുറച്ച് സാരി, ബ്ലൗസ്, കുറച്ച് നമ്മുടെ കുർത്ത സെറ്റ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. പിന്നെ കുറച്ച് ആക്സസറീസ്, അങ്ങനത്തെ കാര്യങ്ങളും അങ്ങനെ കുറേ സാധനങ്ങളായിരുന്നു ഈ ഒരു പെട്ടിക്കകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊന്നും വലിയ കാര്യമായിട്ട് കാണിക്കുന്നില്ല. അവൾക്ക് വേണ്ടതൊക്കെ അവൾ പറക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. അപ്പം ആ ഒരു പൊതി എന്ന് പറയുന്നത് നമുക്ക് പച്ച ചക്കയാണ് കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി ഫീസർ ചെയ്ത് നമുക്ക് കൊടുത്ത് വിട്ടിരുന്നതാണ്. ഞാനും ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇപ്പോൾ നമുക്ക് രാവിലെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് പുറത്തേക്ക് വെച്ചതാണ് കേട്ടോ. പിന്നെ അതിൽ ലോലോലിക്ക അച്ചാർ, പിന്നെ കാപ്പിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഹൽവ, പിന്നെ അങ്ങനെ. പിന്നെ അച്ചാച്ചൻ്റെ വീട്ടിൽ കടയുണ്ട്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ സാറക്കുട്ടിക്ക് വേണ്ടിയിട്ട് കഴിക്കാനുള്ള ചുമ്മാ കുറച്ച് ചിപ്സും കാര്യങ്ങളും, ലേസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ അമ്മ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും പിന്നെ എന്താ എനിക്കിഷ്ടമാണ് കേട്ടോ ഉണക്കമീൻ. അപ്പോൾ അങ്ങനെ കുറച്ച് ഉണക്കമീനൊക്കെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് സാധനങ്ങൾ. അപ്പോൾ മെയിനായിട്ട് ഇന്ന് നമ്മൾക്ക് ചെയ്യാൻ പോകുന്നത് ചക്ക വേവിക്കണം കേട്ടോ. പിന്നെ രാവിലെ ഇഡ്ഡലി സാമ്പാറുമാണ്. ഞാൻ ഓൾറെഡി നമ്മുടെ കടയിലേക്ക് വാങ്ങിക്കുന്ന ഒരു ബ്രാൻഡാണ് വിങ്കോസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ പൊടികൾ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അവിടുന്ന് നമ്മൾ കുറച്ച് മീറ്റ് മസാല, ചിക്കൻ മസാല, അവരുടെ തന്നെ ബ്രാൻഡിൻ്റെ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളോട് ഞാൻ കടയിൽ നിന്ന് എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് കുറച്ച് സാധനങ്ങൾ. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെ ഞാൻ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് വെക്കാൻ നേരം എടുത്തപ്പോൾ കൈ കിട്ടിയതൊക്കെ ജസ്റ്റ് കാണിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നേരെ ചക്ക വേവിക്കാനുള്ള പരിപാടിയിലേക്ക് പോകും. സത്യം പറഞ്ഞാൽ ചക്കയൊന്നും ഇതുവരെ തന്നെ വേവിച്ചിട്ടില്ല. അമ്മയോ മമ്മിയോ തരുന്നത് കഴിക്കുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ രാവിലത്തെ ഒരുവിധം പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ചക്ക സെറ്റാക്കാനായിരുന്നു. അപ്പോൾ ഇവരാരും എണ്ണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ പറഞ്ഞല്ലോ ഇഡ്ഡലി സാമ്പാറൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് അന്നതിന് സമയം കളയേണ്ട, ചക്കയും കൂടെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതുപോലെയാണ് മമ്മി കൊടുത്തു വിട്ടിരുന്നത് കേട്ടോ. അപ്പോൾ ചക്കക്കൂര് സെപ്പറേറ്റ് ആക്കി, ചക്കച്ചുള സെപ്പറേറ്റ് ആക്കി. പിന്നെ ഞാൻ അതിന് വേണ്ട അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലും പിന്നെ കുറച്ച് കുരുമുളകും ജീരകവും തേങ്ങയും പിന്നെ മഞ്ഞപ്പൊടിയും വേണം കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പോൾ ചക്കക്കുരു ഇതാ നല്ല പാടയൊക്കെ കളഞ്ഞിട്ട് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ചക്ക അരിഞ്ഞും വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്ക കുറച്ചും കൂടെ ചെറുതായിട്ട് അരിയണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയായിരുന്നു. കാരണം കുറച്ചധികം സമയം വേവാനായിട്ട് എടുത്തു. ഇങ്ങനെ അല്ലെന്ന് തോന്നുന്നു അരിയുന്നത് കേട്ടോ. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ അരിഞ്ഞിട്ട് ഒരു 1.25 ഗ്ലാസ് വെള്ളം കൂടെ വെച്ചിട്ട് ഞാനത് അടുപ്പയിലേക്ക് വെച്ചു കേട്ടോ. എന്നിട്ട് ഇതിനെല്ലാം ഒന്ന് ചതച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കറിവേപ്പിലൊന്നും ഇടുന്നില്ല. പകുതി തേങ്ങ മാത്രമേ ഞാൻ ചതയ്ക്കാനും ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ മൊത്തം കൂടെ ചതച്ചെടുക്കുന്നില്ല. കുറച്ചൊന്ന് പിരിപിരാന്ന് കിടക്കാൻ വേണമായിട്ട് ഞാൻ പിന്നെ കുറച്ച് തേങ്ങ ചതച്ചിട്ട് ബാക്കി തേങ്ങ പച്ചയ്ക്ക് അങ്ങനെ മുഴുവനായിട്ട് തന്നെ, എന്നിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല പോലെ തന്നെ കൈകൊണ്ട് തന്നെ നേരിടി ഇത് സെറ്റാക്കി വെക്കണം എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ചും കൂടെ വേവൻ സമയമെടുത്തു എനിക്ക്. അതോ ഇനി കുക്കറിൽ അടിക്കണമായിരുന്നോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അതോ ഇനി ഞാൻ അരിഞ്ഞത് വലിപ്പം കൂടിപ്പോയത് കൊണ്ടാണോ ടൈം എടുത്തതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ചക്കയൊക്കെ വേവിച്ച് കഴിഞ്ഞു. മീൻകറി റെഡിയാണ്, ചക്ക വേവിച്ചത് റെഡിയാണ്. അപ്പോൾ അച്ചാച്ചനും സൽമോൻ മീൻസ് എൻ്റെ ബ്രദറാണ് കേട്ടോ, അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ കഴിച്ചു. ഇനി ഞാൻ കഴിച്ച കോമ്പിനേഷൻ നിങ്ങൾക്ക് കാണണ്ടേ? ഇങ്ങനെ ആരെങ്കിലും കഴിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതായിരുന്നു എൻ്റെ ചക്ക വേവിച്ചതും ഉണക്കമീൻ വറുത്തതും ലോലോലിക്ക അച്ചാറും കേട്ടോ. എനിക്ക് പണ്ട് തൊട്ടേ ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ലോലോലിക്ക അച്ചാറല്ല ആക്ച്വലി ചക്കയല്ലേ, ഞാൻ ചക്ക എന്നാണോ മുമ്പേ പറഞ്ഞത്. ചക്ക വേവിച്ചതും ഉണക്കമീൻ വറുത്തതും കടുമാങ്ങ അച്ചാറും, അതായത് മാങ്ങ അച്ചാർ കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അങ്ങനെ കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു കോംബോ. അങ്ങനെ എത്ര മീൻകറി അല്ലെ ബീഫ് അല്ലെ ചിക്കൻ കറിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഉണക്കമീൻ വറുത്തതും ഇതുപോലെ ഒരു അച്ചാറും ചക്ക വേവിച്ചതും അടിപൊളിയാട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയും വീഡിയോകൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഈ ഒരു കോംബോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതും കൂടെ പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ.